ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഉച്ചത്തേക്കുള്ള കറിയൊക്കെ സാമ്പാർ വെച്ചു. ഇനി ഒരു ചെറിയൊരു കറിയും കൂടെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാടൻ ചെത്തുകളിലാണ്, കംപ്ലീറ്റ് തെങ്ങും തോപ്പാണ്. മൊത്തമായിട്ട് ചെത്തുകളിൽ ചെത്തണ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ കള്ളു കുടിക്കാനല്ല, കരിപ്പെട്ടി. അതിന് വേണ്ടിയാണ് അത് അവർ കൊടുക്കുന്നത്. എനിക്ക് നമുക്ക് തരും, നമ്മൾ ചോദിച്ചാൽ തരും. പക്ഷെ അത് നല്ല നീര, അതായത് അതിൻ്റെ ഇളം നല്ല മധുരമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി മൂക്കാത്ത ഇളം. ആദ്യമായിട്ട് രാവിലെ ഇതെടുക്കുമ്പം ശരിക്കും നല്ല വേറൊരു ടേസ്റ്റാണ് അതിന്. എന്ന് വെച്ചാൽ ഫ്രഷ് എന്താ പറയുക, അതിനെന്താ പറയുക, നീർ. അത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ മേടിക്കും. നല്ല അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രക്തം ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ശുദ്ധീകരണത്തിനും എനർജിക്കൊക്കെ നല്ലതാണ്. ബ്രെയിൻ വർക്ക് എല്ലാത്തിനും ഉപകരിക്കും. ഒറിജിനൽ അല്ലേ? എത്ര ഉണ്ട്? എത്ര മതി? ഇനിയൊന്നും ഇല്ലല്ലോ ഇതില്, ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം ഒറിജിനൽ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. വേറെ ഇതിലുള്ള നമ്മൾ വെക്കാൻ പോണ കറി എന്താ സംഭവം? ഇന്നിപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്, അത് കറി വെക്കണം. പിന്നെ മുരിങ്ങക്കായും പരിപ്പും ഒരു തക്കാളിയും കൂടെ ഇട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ ഒരു ചെറുത് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് മേടിച്ച് ചെറിയൊരു കറി. ചെക്കന് ശരീര അസ്വസ്ഥതയാണ്, വയ്യാണ്ടിരിക്കുന്ന ആൾക്ക് പനിയുണ്ട്. എന്നാലും എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നെ അല്ലേ. ഞാനിത് അരിഞ്ഞ് കഴിയുമ്പോൾ കരയും, കണ്ണിൽ നിന്ന് കുളുകുളാ വെള്ളം വരും. പക്ഷെ എന്നാലും ഞാൻ അരിയും. പക്ഷെ പുള്ളിക്കാരത്തി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഫാസ്റ്റായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് തരും. നമ്മൾ പിന്നെ കറി അങ്ങോട്ട് ഇന്ന് റോസ്റ്റാണ്, ചിക്കൻ റോസ്റ്റാണ് വെക്കാൻ. ചിക്കൻ പെരട്ടിയ റോസ്റ്റ് അല്ലേ ചേക്ക്? ഗുളുകുള എന്ന് പറയുന്നത്. ഗുളുകുള ചിക്കൻ ഗുളുകുള. ഞങ്ങള് 8-9 മാസം അല്ലേ, 9 മാസം അല്ലേ, 9 മാസം ഞങ്ങൾ ഒരുപാട് വേദനിച്ച് അലഞ്ഞ് തിരിഞ്ഞ് തമിഴ്നാട് ഹൈവേകളിലും തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിലും അവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് 9 മാസം യാത്ര ചെയ്താൽ ഞങ്ങൾ ഹൈവേയിലൊക്കെ കിടക്കുന്ന ഉറങ്ങും. നമ്മുടെ കന്യാകുമാരി തുടങ്ങി
ഇങ്ങോട്ടുള്ള യാത്ര ഞങ്ങൾ ആസ്വദിച്ചാണ് യാത്ര ചെയ്തത്. വേദനകളും വിഷമങ്ങളും നിറയെ ഉണ്ടായെങ്കിലും പക്ഷെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സമാധാനം കണ്ടെത്തി ഞങ്ങൾ സ്വസ്ഥമായി. ചേച്ചി ആരെയും വേദനിപ്പിക്കാനോ മറ്റുള്ള കാര്യമൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ വേദനിപ്പിച്ചെങ്കിലും ഞങ്ങൾ അത് ഈശ്വരനോട്, ഈ പ്രപഞ്ച സൃഷ്ടാവോട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പട്ടിണി കിടന്നില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രം പട്ടിണി വരും, പക്ഷെ എന്നാലും ഞങ്ങളെല്ലാം തരണം ചെയ്തു അല്ലേ. ഹൈവേ കിടന്നുറങ്ങുമ്പേ ഞങ്ങളുടെ കൂടെ കാവല് വന്നത് പട്ടിയാണ്, തെരുവ് നായകൾ ചുറ്റോട് ചുറ്റും കൂട്ടമായിട്ട് കിടക്കും അല്ലേ. ഓർമ്മയുണ്ട? വലം വെച്ച് കിടക്കും റൗണ്ടിൽ. ഇത്ര പട്ടിയ കുറ്റാലത്തൊക്കെ പോണ വഴി പട്ടി ഓടിച്ചിട്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങളെല്ലാം തരണം ചെയ്ത് സമാധാനമായിട്ടുള്ള ജീവിതം. ആർക്കും ഞങ്ങൾക്ക് ആരോടും ഒരു പരാതിയില്ല, ഒരു ആരോടും താല്പര്യമില്ല. അത് പ്രത്യേകം പറയാലോ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ലോകം, ഞങ്ങളുടെ സമാധാനം. കാരണം ചതിയും വഞ്ചനക്കും ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ജീവിതം, ശാന്തമായ ജീവിതം നയിച്ചുള്ള ജീവിതം, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഒരുപിടി തന്നെ പാവങ്ങൾക്ക് കൊടുക്കും, അത് വേറൊരു കാര്യം. പൂച്ചകളുണ്ട്, പട്ടികളുണ്ട്, കാക്കകളുണ്ട്, പറവകളുണ്ട്, പക്ഷികളുണ്ട്. ചിത്രശലഭത്തിന് വരെ രാവിലെ വെള്ളം കൊടുക്കും. അത്രയും ശാന്തമായാണ് ഞങ്ങൾ പോകണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ചിക്കൻ ഡുംബ്ലക്ക് എന്ന് ഒരു അധികം വെള്ളം ഗ്രേവി ഇല്ലാതെ പുരട്ടിയെടുക്കും. ഒത്തിരി ഗ്രേവി ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് ഗ്രേവി പോലെ വെച്ചാണ്. ഇതിപ്പോൾ ഒത്തിരി വെള്ളമില്ലാതെ വയ്ക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ പരട്ട് ഗുളുഗുള കറി, ചിക്കൻ ഗുളുഗുള. സ്വാമി വെള്ളം ഒഴിക്കണം. നമ്മുടെ കറി ഇങ്ങനെ ഇത് നല്ലോണം വഴറ്റണം. ചെറിയ ഉള്ളി, സവാള, പച്ചമുളകെല്ലാം കൂടെ നല്ലോണം വഴറ്റി തക്കാളി ഇടും. നല്ലോണം അവിടെ കിടന്ന് വഴലട്ടെ.
നല്ലോണം ഒന്ന് അമർന്ന് നല്ലോണം അവിയട്ടെ. നന്നായിട്ട് വാടി നല്ല കുഴമ്പ് രൂപമാകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. മനസ്സിലായോ? എന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ജോയിൻ്റ് ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വാടി നല്ല അടിപൊളിയായിട്ട് വരുമ്പോൾ ടേസ്റ്റ് കൂടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സവാള, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ലാமல் ഇതേപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് ചുമന്ന് വരും. നന്നായിട്ട് വാടി ചുമന്ന് വരും. അറിയാൻ പാടില്ലാത്ത ആൾക്കാരോട് പറയുന്നു, അറിയാവുന്നവർക്കറിയാം. നന്നായിട്ട് ചുമന്ന് വാടി നല്ല കുഴമ്പ് രൂപമാകുമ്പോൾ എന്ത് ചെയ്യണം? ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. ഓക്കെ. അവരില്ല. ഇത് കൊഞ്ചം ഗരം മല്ലിക പൊന്നെ ജനക്ക് 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 ചാറ്റ. ഇച്ചിരി കൊടുക്കട്ടെ. വെള്ളം എടുത്തോ. ഒഴിക്കട്ടെ. ഒഴിച്ചോ. പോരെ? ഓക്കെ മാം. വെരി ഗുഡ്. മതിയല്ലോ. വെരി ഗുഡ്. ഇന്നത്തെ ചിക്കൻ കറി വിശേഷം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇളക്കി കൂട്ടിട്ട് നാരങ്ങ കൂട്ടിട്ട് ഉപ്പ് നാരങ്ങളോ നല്ല ചൂട അടുത്ത് ശരി ഇരിക്കട്ടെ. കാണിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന. ശനിയാഴ്ച കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.